നമുക്കറിയാം ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ കാലമാണ്. ആരാണ് കൂട്ടം കൂടി പോവേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സംഘടനയ്ക്ക് തൊട്ട് മുമ്പ് ഗുരു പറഞ്ഞു ഈശ്വര ഭക്തി. ആരാണ് കൂട്ടം കൂടി പോകേണ്ടത്? ഭക്തിയുള്ളവർ പോകണം. ഈശ്വര ഭക്തിയുടെ ശേഷമാണ് സംഘടന വച്ചിരിക്കുന്നത്. കാരണം പല ആളുകളും 100 പേര് ഒരുമിക്കുന്നിടത്ത് 100 പേർക്കും സ്വീകാര്യമായിരിക്കുന്ന ഒരു വ്യക്തിത്വം അതിൻ്റെ നടുക്ക് നിൽക്കുമ്പോഴാണ് 100 പേരും സഹകരിക്കുകയുള്ളൂ. 100 പേരും അവരവരുടെ താല്പര്യങ്ങളെ ബലി കഴിച്ചുകൊണ്ട് ഗുരുവിൻ്റെ താല്പര്യം നടക്കട്ടെ എന്ന് കുറച്ച് സമയത്തേക്കെങ്കിലും ചിന്തിക്കണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഇടയിൽ ആര് ഗുരു എന്ന് പറയുന്ന പരമ്പൊരുൾ മധ്യസ്ഥനായി നിൽക്കേണ്ടുന്ന ആവശ്യകതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയുടെ മുന്നിലേക്ക് ഈശ്വരനെ ഗുരു അവതരിപ്പിക്കുകയായിരുന്നു. അതായിരുന്നു ഗുരുവിൻ്റെ പ്രഥമമായ ഉദ്ദേശം. ഗുരുവിനറിയാം ഈശ്വര ഭക്തി വരുന്നതിലൂടെ, പരമമായ ഒന്നിലേക്ക് ഒരു വ്യക്തി അനുരക്തമാകുന്നതിലൂടെ, പരമമായ ഒന്നിലേക്ക് ഒരു വ്യക്തി ആകൃഷ്ടനാകുന്നതിലൂടെ അവൻ്റെ ലോകത്തിന് വരുന്ന നൂതനമായിരിക്കുന്ന സവിശേഷതകളെക്കുറിച്ച് ഗുരുവിന് ബോധ്യമുണ്ടായിരുന്നു. ഭക്തിയിലൂടെ ഒരു വ്യക്തിയെ ശുചിത്വത്തിലേക്ക് കൊണ്ടുവരാം എന്ന് ഗുരുവിനറിയാമായിരുന്നു. ആ ശുചിത്വം കേവലം ബാഹ്യമായ ശുചിത്വം മാത്രമല്ല. ഇന്ന് നമ്മൾ വളരെ ഹൈജീനിക്കായിട്ട് ജീവിക്കുകയും സംസാരിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഹൈജീനിക് തലങ്ങളൊന്നുമില്ലാത്തൊരു കാലത്തിരുന്നു കൊണ്ട് ശുചിത്വത്തിൻ്റെ ABCD അറിയാത്ത ഒരു കാലത്ത് ആ ജനതയെ ശുചിത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഗുരു നിർദ്ദേശിച്ച ഒരു ചൂണ്ടുപലകയായിരുന്നു ക്ഷേത്രം. അവിടെ അവൻ കുളിക്കാൻ തുടങ്ങി, അവൻ്റെ ശരീരത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി, അവൻ്റെ ശരീരത്തെ വൃത്തിയാക്കി വയ്ക്കാൻ തുടങ്ങി. ഈശ്വരഭക്തി വരുന്നതോടുകൂടി അവൻ്റെ ശരീരം മാത്രമല്ല മൃദുലമാകുന്നത്, അവൻ്റെ ശരീരം മാത്രമല്ല വിമലമാകുന്നത്. ഈശ്വരഭക്തിയിലൂടെ വ്യക്തിക്ക് ഒരു ആന്തരിക ശുചിത്വവും കൈവരും എന്ന് ഗുരുവിനറിയാമായിരുന്നു. മനസ്സും വിമലീകരിക്കപ്പെടേണ്ടതുണ്ട്, മനസ്സും വിശുദ്ധമാക്കപ്പെടേണ്ടതുണ്ട്. ആ വിശുദ്ധമാക്കപ്പെടേണ്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശുചിത്വത്തെ ആന്തരികമെന്നും ബാഹ്യമെന്നും 2 തരത്തിലുള്ള ശുചിത്വവും ഈ ഒരു കാര്യത്തിലൂടെ, ഈ ഒരു പ്രതിഷ്ഠയിലൂടെ കൈവരിക്കാൻ കഴിയുമെന്ന് ഗുരുവിന് മനസ്സിലായതും ഗുരു അവതരിപ്പിച്ചതും. അവിടെയായിരുന്നു ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കം നമുക്കുണ്ടായത്. ആ തുടക്കത്തിൻ്റെ പാരമ്പര്യം അല്പമെങ്കിലും നമ്മുടെ വാസനയിൽ ശേഷിക്കുന്നത് കൊണ്ടാണ് ഈ ക്രിസ്മസ് കാലത്ത് നമ്മളിവിടെ വന്ന് കുത്തിയിരിക്കുന്നത്. എവിടെയോ ഒരു സംസ്കാരം അധികമായിട്ടില്ല നമ്മുടെ ജീനിലേക്ക് ഈ സംസ്കാരം കയറിയിട്ട്. നമ്മുടെ ഒരുപാട് പൂർവികർ ഇതൊന്നും ഇരുന്ന് കേട്ടിട്ടില്ല. നമ്മുടെ 1-2 പേര് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ കേട്ടിട്ടുണ്ടോയെന്ന് സംശയമാണ്. അപ്പോൾ അധികകാലത്തെ ചരിത്രമില്ല ഈ സത്സംഗ ശ്രവണത്തിന്. പക്ഷേ ആ കുറച്ച് കാലത്തെ ചരിത്രം തന്നെ ഒരു ജനതയെ എത്ര കണ്ട് ഭൗതികമായി മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത്രമാത്രം ഭൗതികമായ അഭിവൃദ്ധി ഈ ഒറ്റ കാര്യത്തിലൂടെ, ഗുരുവചനങ്ങളിലൂടെ സാധിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഗുരു മഹാശിവരാത്രി നാളിൽ ഭാരതത്തിൻ്റെ ആദിദൈവമായ, ഭാരതത്തിൻ്റെ ആദിയോഗിയായ, ഭാരതത്തിൻ്റെ ആദി ഗുരുവായ ദക്ഷിണാമൂർത്തിയെ, പരമേശ്വരനെ ആ ശിവരാത്രി നാളിൽ മുങ്ങിയെടുത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത്. ആ തെരഞ്ഞെടുത്ത ദേവതയ്ക്ക് പോലും പ്രത്യേകതയുണ്ടായിരുന്നു. നെയ്യാറിൻ്റെ ആഴങ്ങളിലേക്ക് പോയി ഒരു ശിവലിംഗാകൃതിയിലുള്ള ഒരു ശില എടുത്ത് പൊങ്ങി വരുമ്പോൾ ഗുരു അതിനെ മാനസപൂജ കൊണ്ട് ബന്ധിച്ച് അവിടെ പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. കാരണം ആ ശിവൻ എല്ലാവരുടെയും ദേവനായിരുന്നു. ഒരു പ്രത്യേകമായിരിക്കുന്ന ആളുകളുടെ ഉപാസനാമൂർത്തി ആയിരുന്നില്ല. നമുക്കറിയാം ഭാരതത്തിന് അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. പ്രാഗ്വൈദിക കാലഘട്ടവും വൈദിക കാലഘട്ടവും. ആ പ്രാഗ്വൈദിക കാലഘട്ടത്തെ നമ്മൾ ദ്രാവിഡ സംസ്കാരമെന്നും വൈദിക കാലഘട്ടത്തെ നമ്മൾ ആര്യന്മാരുടെ സംസ്കാരമെന്നും വിളിക്കുമ്പോൾ ഇവിടെ അനാദിയായ കാലം മുതൽ
ഏതൊരു ചരിത്ര ഗവേഷകന്മാരും അന്വേഷിച്ച് ചെന്നപ്പോൾ കണ്ടെത്തിയ ഒരു ദേവതാമൂർത്തിയായിരുന്നു പശുപതിനാഥൻ്റേത്. ആ പശുപതിനാഥനെ തന്നെ, ആ ആദി ഗുരുവിനെ തന്നെ നമുക്കറിയാം. ഭാരതത്തിൻ്റെ ചിന്ത തുടങ്ങുന്നത് ഈ ആദി ഗുരുവായിരിക്കുന്ന ദക്ഷിണാമൂർത്തിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഗുരുപരമ്പരകളെ വന്ദിക്കുമ്പോഴും നമ്മൾ സദാശിവസമാരംഭാം എന്ന് പറയുന്നത്. എവിടെ നിന്നാണ്? എന്തിനും ഒരു പിറവി വേണം, എന്തിനും ഒരു ഉറവ വേണം. നമ്മൾ കാണുന്ന അറബിക്കടലാണെങ്കിലും, നമ്മൾ കാണുന്ന ശാന്തസമുദ്രമാണെങ്കിലും, നമ്മൾ കാണുന്ന ബംഗാൾ ഉൾക്കടലാണെങ്കിലും ചെറിയ ഒരു ഉറവയിൽ നിന്ന് പൊട്ടിയതാണ്. ആ ചെറിയ ഉറവ ഒഴുകി 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 നദിയായി പല നദികളും കൂടിച്ചേർന്നിട്ടാണ് ഒരു സമുദ്രമായി തീരുന്നത്. അതുപോലെ ഈ ദേവാഗമനത്തിൻ്റെ പിറവി, ദേവാഗമനത്തിൻ്റെ ഉറവ അല്ലെങ്കിൽ ഗുരുസങ്കല്പത്തിൻ്റെ തുടക്കം എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ദക്ഷിണാമൂർത്തിയിൽ എത്തി നിൽക്കുന്ന ഒരു കാഴ്ച ഭാരതത്തിനുണ്ട്. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ, ശങ്കരഭഗവത്പാദർ വളരെ ദക്ഷിണാമൂർത്തി സ്തോത്രം എന്ന ഉപനിഷത്ത് സമാനമായിരിക്കുന്ന സ്തോത്രം എഴുതുന്നതിന് മുന്നോടിയായിട്ട് ധ്യാന ശ്ലോകങ്ങൾ എഴുതിയപ്പോൾ ആചാര്യസ്വാമികൾ കുതൂഹലത്തോടു കൂടിയിട്ട് പാടുകയാണ്. ചിത്രം വടതരോർമൂലേ വൃദ്ധാ ശിഷ്യ ഗുരുർയുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയ. ചിത്രം, ചിത്രം എന്ന് പറയാൻ എന്തൊരു ആശ്ചര്യകരമായ കാഴ്ചയാണത്. ചിത്രം, അത്ഭുതം എന്ന് പറയാണ്. ഇത്ര അത്ഭുതം. വടതരോർമൂലേ പറയാണ്, നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവാണ്. എങ്ങോട്ടേക്കാണ് ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്? ആ ആൽമരത്തിൻ്റെ ചുവട്ടിലേക്കൊന്ന് നോക്കിയേ, എന്താ അവിടെ കാണുന്നത്? വടതരോർമൂലേ, ആ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്കൊന്ന് നോക്കൂ. അവിടെ ഒരു മഹനീയമായ കാഴ്ച കാണാം. എന്താണ് ആ കാഴ്ച? വൃദ്ധാ ശിഷ്യ ഗുരോർയുവ. വൃദ്ധന്മാരായിരിക്കുന്ന ശിഷ്യന്മാരും യുവാവായിരിക്കുന്ന ഒരു ഗുരുവിനെയും കാണുന്നില്ലേ? ഗുരു ചെറുപ്പമാണ്, ശിഷ്യന്മാർ പ്രായമായിരിക്കുകയാണ്. അപ്പോൾ പ്രായമായ ശിഷ്യന്മാരുടെ മുന്നിൽ യുവാവായിരിക്കുന്ന ഒരു വ്യക്തി ഇരിക്കുന്നു. വൃദ്ധാ ശിഷ്യ ഗുരോർയുവ. എങ്ങനെയാണ് ഭാഷണം നടത്തുന്നത്? മൈക്രോഫോണില്ല, പ്രത്യേകിച്ചൊരു സ്റ്റേജില്ല, പ്രത്യേകിച്ചൊരു ഭാഷയില്ല, പ്രത്യേകിച്ചൊരു വാക്കില്ല. എന്തായിരുന്നു പിന്നെ ആശയവിനിമയത്തിനുള്ള ഉപാധി? ആശയവിനിമയം കേവലം മൗനമുദ്രിതമായിരിക്കുന്ന ഭാഷയിൽ ഒതുങ്ങി നിന്നു. ആ മൗനം ഒരു വീർപ്പുമുട്ടലുകളല്ല ശിഷ്യനിൽ ഉണ്ടാക്കിയത്. ഒരു ഗുരുവിൻ്റെ മൗനം ശിഷ്യൻ്റെ ഉള്ളിൽ 1000 ഇതളുള്ള താമരപ്പൂവിൻ്റെ സൗരഭ്യത്തെ സൃഷ്ടിക്കുമെന്നാണ്. അത്രയും ആഴമുള്ളതാണ് ഗുരുവിൻ്റെ മൗനം. ഗൗരവം എന്ന വാക്കിന് സംസ്കൃതത്തിൽ വിഗ്രഹിക്കുമ്പോൾ പറയും ഗുരോഹോ ഭാവം ഗൗരവം എന്നാണ്. നമ്മൾ ഗൗരവം എന്ന് സീരിയസ് എന്ന അർത്ഥത്തിൽ പറയുന്ന പോലെയല്ല യഥാർത്ഥ ഗൗരവം എന്ന വാക്കിൻ്റെ അർത്ഥം. ഗുരുവിൻ്റെ ഭാവമേതോ അത് ഗൗരവം, അതാണ്. അപ്പോൾ ആ ഗൗരവത്തിൻ്റെ ഭാഷ എന്താണ്? മൗനമാണ്. ആ മൗനം നമ്മൾ വീടുകളിൽ അവലംബിക്കുന്ന മൗനമല്ല. നമ്മുടെ ഉള്ളിൽ എപ്പോഴാണ് മൗനം വരിക? നമ്മുടെ ഉള്ളിൽ ആശയവിനിമയ തകരാറുണ്ടാകുമ്പോഴാണ് മൗനം വരിക. പക്ഷെ ഗുരുവിൻ്റെ ഉള്ളിൽ എപ്പോഴാണ് മൗനം വരിക? ആശയവിനിമയത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ കഴിയുമെന്നുള്ളിടത്താണ് മൗനത്തെ ഉപയോഗിക്കുന്നത്. ആ മൗനം തെറ്റിദ്ധാരണയ്ക്ക് ഇട നൽകുന്നില്ല. ആ മൗനത്തെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ശിഷ്യബോധം ദക്ഷിണാമൂർത്തിയുടെ ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. കാരണം അവരായിരുന്നു ആദ്യത്തെ ശിഷ്യന്മാർ. അവരാണ് ഭാരതത്തിൻ്റെ ശിഷ്യന്മാരുടെ റോൾ മോഡലുകൾ എന്ന് പറയുന്നത്. അതാണ് നാരായണ ഗുരുദേവൻ ശിവശതകത്തിൻ്റെ ധ്യാന ശ്ലോകങ്ങൾ എഴുതി പോകുമ്പോൾ ഈ ശിഷ്യന്മാരെ പ്രത്യേകം എടുത്ത് നമിക്കുന്നുണ്ട്. സനക സനന്ദ സനത്കുമാരർ മുൻപാം മുനിജനമോടുപദേശമോതി മുന്നം കനിവൊടു തെക്കുമുഖം തിരിഞ്ഞു കല്ലാൽ തണലിലിരുന്നൊരു മൂർത്തി കാത്തുകൊള്ളുക.
കല്ലാൽ തണലിലിരുന്ന് ഒരു മൂർത്തിയെ കാത്തുകൊള്ളണം എന്ന് പറയുമ്പോൾ ഈ സനകനും സനന്ദനും സനത്കുമാരനും സനത്സുജാതീയനും ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ്. അവർ ജീവിതത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? ഞങ്ങൾ നിവൃത്തി മാർഗത്തിലൂടെ പൊക്കോളാം, പ്രവൃത്തി മാർഗം ഞങ്ങൾക്ക് വേണ്ട. എല്ലാവരും ലോകത്ത് പ്രവൃത്തി മാർഗികളായ ഗൃഹസ്ഥാശ്രമികളാണല്ലോ. ഞങ്ങൾ അതിൽ നിന്നൊന്ന് മാറ്റിപ്പിടിച്ചോളാം, ജ്ഞാനയോഗം മതി, കർമ്മയോഗം വേണ്ട എന്ന് പറഞ്ഞിട്ട് നിവൃത്തി മാർഗത്തിലേക്ക് പോയതാണ്. ആചാര്യസ്വാമികൾ ഗീതാഭാഷ്യം എഴുതുമ്പോൾ ഈ പ്രവൃത്തി മാർഗത്തെയും നിവൃത്തി മാർഗത്തെയും കുറിച്ച് പറയുന്നത് അവിടെയാണ്. പ്രവൃത്തി മാർഗം ആർക്കാണ്? ഗൃഹസ്ഥരായിരിക്കുന്ന ആളുകൾക്കും. നിവൃത്തി മാർഗം ഇങ്ങനെയുള്ള സനകാദികൾക്കും ഉപദേശിച്ചു എന്നാണ് പറയുന്നത്. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് സനകനും സനന്ദനും ഒക്കെ ഈ ആദിഗുരുവായിരിക്കുന്ന ദക്ഷിണാമൂർത്തിയിൽ നിന്ന് സ്വീകരിച്ചത്. ആ ധ്യാന സമ്പ്രദായത്തിന് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നില്ല.